ഹലോ, ഹായ്, ഗുഡ് മോർണിംഗ്. ഉറക്കം വരികയാണ്. ഞാൻ കുറച്ച് കാര്യങ്ങൾ ലൈവിൽ ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് വന്നത്. അതൊക്കെ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ എല്ലാം കൂടെ എനിക്ക് നടക്കില്ല. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞു ഞാൻ ഇനി എല്ലാ സൺഡേസിലും ലൈവ് വരും എന്നൊക്കെ പറഞ്ഞിരുന്നു. അതെനിക്ക് പിന്നെ പ്രാവർത്തിയാക്കാൻ പറ്റിയില്ല. കാരണം അവസ്ഥകൾ കുറേ പേർക്കൊക്കെ എന്നെ എന്താ പറയുക, ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ഒക്കെ കൂടുതലാണ്. പിന്നെ കുറേ പേര് ഇതിനകത്ത് ഈ പേജിൽ കൂടുതലും സ്ത്രീകളാണ് കൂടുതലും. അതിൽ കുറേ പേരൊക്കെ പേജ് ഫോളോവേഴ്സ് തന്നെ കമൻറ്റുകൾ വഴി അല്ലെങ്കിലും പേഴ്സണൽ ആണെങ്കിലും മെസ്സേജസ് ഒക്കെ അയക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. ഒരുപാട് പേർക്ക് എൻ്റെ അവസ്ഥകൾ അറിയാം. അപ്പോൾ എനിക്ക് പറ്റാതിരുന്നത് ഞായറാഴ്ചകളിൽ ലൈവൊന്നും വരാൻ പറ്റാത്ത എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് പേർക്ക് അറിയായിരിക്കും ഞാൻ പഠിക്കാൻ തുടങ്ങി. അത് ഉപരിപഠനം, മുടങ്ങിപ്പോയ പഠനം എന്നല്ല, നമുക്ക് നമ്മുടെ ഫീൽഡിൽ അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ ഞാൻ ഓൾറെഡി നമുക്ക് പഠിക്കുമല്ലോ, അതൊക്കെ പഠിച്ചിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ട് പ്രൊഫഷനിലൊക്കെ മുന്നോട്ട് പോകണമെങ്കിൽ കുറേയും കൂടെ പഠിക്കണം. നമ്മൾ വിദ്യാഭ്യാസം നമ്മൾ നേടുക എന്നുള്ളത് ഇപ്പോൾ ഏത് പ്രായമാണെന്നുണ്ടെങ്കിലും നമ്മൾ നേടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പഠിക്കുക മുന്നോട്ട്. അപ്പോൾ ഈ പഠിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. അത് ഞാൻ ആദ്യം ഒന്ന് കോഴ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യട്ടെ, എന്നിട്ട് ഞാനത് പറഞ്ഞു തരാം. ഞാൻ ഇപ്പം ഈ വീഡിയോ ഇടുന്നത്, ലൈവ് ചെയ്യുന്നത്, പിന്നെ അതേപോലെ എൻ്റെ കുഞ്ഞുങ്ങളുടെ ആക്ടിവിറ്റീസ്, കുറുമ്പുകളും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനി കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്യും. വെക്കേഷൻ ഇവിടുത്തെ അംഗം എന്താണെന്നുള്ളത് ഇതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നതുകൊണ്ട് ഞാൻ ഭയങ്കര വിഷമിക്കുന്നു എന്നുള്ളത് ദുഃഖമൊന്നും നിങ്ങളെ കാണിക്കാനല്ല. ഞാൻ ഇതെല്ലാം തരണം ചെയ്യും. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുടെ എന്ത് കുറുമ്പാലും എത്ര ഇതായാലും ഞാനത് എൻജോയ് ചെയ്യുന്ന വ്യക്തിയാണ്. ഇതിൽ നിന്ന് കൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതും. ഇടുന്നതൊക്കെ ഒരുപാട് അമ്മമാർ PPD അനുഭവിക്കുന്ന അമ്മമാരുണ്ട്, കുഞ്ഞുങ്ങളുടെ കുറുമ്പ് കാരണം വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ ഒരു മോട്ടിവേഷൻ ആകാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കടന്നു പോകുന്ന വഴികൾ ഞാൻ ഇപ്പം കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാനത് പിന്നീട് എത്തിക്കണ്ടോ, ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞതിനേക്കാളും നല്ലത് ഞാൻ ഇപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് അറിയാം, ഇപ്പം ഈ പേജ് തുടങ്ങുന്നതിന് മുമ്പ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ ഞാൻ പോസ്റ്റ് ചെയ്ത എൻ്റെ പ്രൊഫഷനിലെ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഇതിന് മുമ്പിൽ പുറകിലൊക്കെ ഒരുപാട് എഫേർട്ട് ഉണ്ട്, ഒരുപാട് കഷ്ടമുണ്ട്, ഒരുപാട് ത്യാഗമുണ്ട്. ഞാൻ എൻ്റെ പ്രൊഫഷൻ മാനേജ് ചെയ്ത് പോയപ്പോഴും ക്ലാസ്സുകൾ നടത്തിയിരുന്നപ്പോഴൊക്കെ ഞാൻ കുറേ ഇതായിട്ടുണ്ട്. പക്ഷെ അതൊന്നും എനിക്ക് പറയാൻ, നിങ്ങളെ കാണിച്ചു തരാനൊന്നുമില്ല, വന്ന് പറയാനേ പറ്റത്തുള്ളൂ. അപ്പം പറയുമ്പോൾ ഒരുപക്ഷെ കുറച്ച് ആൾക്കാർ എന്താ പറയുക അറിയോ, തള്ളി മറിക്കുകയാണ്, തള്ളാണ് എന്ന് പറയും. മനസ്സിലായി? ഇപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാതെ വെച്ചിട്ട് ഞാൻ കുറേ നാൾ കഴിഞ്ഞിട്ട് പറയുകയാണ് ഇങ്ങനെയായിരുന്നു, കുഞ്ഞുങ്ങളുടെ കാര്യം ഇങ്ങനെയായിരുന്നു, ഞാൻ ഇങ്ങനെയുള്ള ഒരാളായിരുന്നു, നിങ്ങൾക്ക് ഇങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇങ്ങനെ പോകാൻ പറ്റും. ഇപ്പം ടെൻഷൻ അടിക്കുന്ന ഒരാളോട് ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ അവരത് വിശ്വസിക്കാം. പക്ഷേ ഇത് കേൾക്കുന്ന ഒരു പൊതുജനം അല്ലെങ്കിൽ ഇപ്പുറത്ത് നിൽക്കുന്ന പിന്നെ തള്ളി മറിക്കുക എന്ന് പറയും. അപ്പോൾ അതുകൊണ്ടൊന്ന് ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടൊക്കെ തന്നെയാണ്. പിന്നെ എനിക്ക് ഈ കോഴ്സിൻ്റെ കാര്യങ്ങൾ ഇപ്പം ഒരുപാട് പേര് വിഷമിച്ചിരിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾ ഡെലിവറി കഴിഞ്ഞിട്ട്, അതായത് ചില അമ്മമാർക്ക് ഒരു ഇതുണ്ട്, പ്രസവം കഴിഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, കുഞ്ഞുങ്ങളായിട്ട് എൻ്റെ ലോകം ഇങ്ങനെ ആയി പോവുമോ, ഞാനിങ്ങനെ എന്താ ചെയ്യണ്ടേ, എനിക്ക് എങ്ങനെ ഇനി മുന്നോട്ട് പോകാൻ പറ്റുക എന്ന് ചിന്തിക്കുന്ന കുറച്ച് അമ്മമാർ, വിഷമം അനുഭവിക്കുന്ന അമ്മമാരുണ്ട്. അത് പലർക്കും ഞാൻ ഈ പറയുന്നത് ഈ അവസ്ഥകൾ ഇല്ലാത്തവർക്ക് മനസ്സിലാവില്ല. അവർ വലിയ ന്യായീകരണം നേരത്തെ സ്ത്രീയായ അങ്ങനെയാണ്, പ്രസവിക്കും കുട്ടികളെ നോക്കേണ്ട ഉത്തരവാദിത്തമാണ്. അങ്ങനെയല്ല. ഇതിന് അപ്പുറത്തോട്ടൊരു മെന്റലി ആൻഡ് ഫിസിക്കലി ആൻഡ് സൈക്കോളജിക്കലി കുറേ കാര്യങ്ങളുണ്ട്. ഒരു അമ്മ, ഒരു സ്ത്രീ കടന്നു പോകുമ്പം അവൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ നല്ല ജോലിയുള്ള ഒരു ആളായിരിക്കാം. ആ വ്യക്തിക്ക് ചിലപ്പം ഒരു പ്രസവശേഷം ഉണ്ടാകുന്ന കുറേ കാര്യങ്ങൾ ചിലപ്പോൾ മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ അവർക്കത് ഉൾക്കൊള്ളാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അല്ലെങ്കിൽ പ്രതീക്ഷകൾ സ്റ്റോപ്പായി പോകുന്നത്. ചില ആൾക്കാർ കല്യാണം കഴിഞ്ഞ് കുട്ടികളെ കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റ് ആവും, ഇനി ഒന്നും ചെയ്യണ്ട, കുഞ്ഞുങ്ങളെ നോക്കിയിരിക്കുന്നു. അങ്ങനെ കുറേ അമ്മമാരുണ്ട്. അപ്പം അവർക്കൊക്കെ ആ കാലഘട്ടം, ആ പീരീഡ്, ഈ 3-4 വർഷം ചെന്നാൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് വീട്ടിൽ ട്രാപ്പായി പോകും. ആ സമയങ്ങളിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളതിനൊരു ബെസ്റ്റ് ഒരു മോട്ടിവേഷൻ ആയിട്ടാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ വിസിബിൾ ആക്കിക്കൊണ്ടിരിക്കുന്നത്. കുഞ്ഞുങ്ങളുടെ കുറുമ്പും കാര്യങ്ങളൊക്കെ ഇട്ട് ഞാൻ ഓരോ പോസ്റ്റുകൾ, എനിക്കതിൽ വോയിസ് ഓവർ കൊടുക്കാൻ പറ്റാൻ ഞാൻ എപ്പോഴും നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സും ഡിസ്ക്രിപ്ഷനും എൻ്റെ വീഡിയോ കാണുന്നവർ ചെക്ക് ചെയ്യണം. ഒരുപാട് കാര്യങ്ങൾ പറയും. അപ്പോൾ അത് പോട്ടെ. അപ്പോൾ ഞാൻ എൻ്റെ കോഴ്സായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം നിങ്ങൾ ഈ കണ്ടോ, ഇത് കണ്ടോ, ഇത് കംപ്ലീറ്റ് എനിക്ക് ജൂൺ എക്സാമാണ്, കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാനുള്ളതാണ്. എഴുതിയിട്ട് ഇതായി. ഇതിപ്പം ഇത്രയും ഞാൻ എഴുതി വെച്ചതാണ്. അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനുള്ളതാണ്. ഇത് കണ്ടോ,
അതായത് 8 സബ് ഉണ്ട് ഞാൻ എടുത്തിരിക്കുന്ന 3 വർഷത്തിൻ്റെ കോഴ്സിൽ. ഈ 3 വർഷത്തെ കോഴ്സ് സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഇങ്ങനെ പിടിക്കേണ്ട സാധനം ഉണ്ടല്ലോ, എനിക്ക് ഇങ്ങനെ ഒരു സംഭവം പിടിക്കാറുണ്ട്. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പിടിക്കുകയാണ്. ഇത് ഞാൻ പിന്നീട് പറയാം. അതെന്തുകൊണ്ട് വെച്ചാൽ എൻ്റെ ഡ്രീം അത്രയും വലുതാണ്, എനിക്ക് നേടാനുള്ള കാര്യം അത്രയും വലുതാണ്. ആ കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ അത്രയും കഷ്ടപ്പെടുക. എനിക്കത് ഇങ്ങനെ പിടിക്കാൻ പറ്റില്ല. ഇത് ഞാൻ ഇങ്ങനെ തന്നെ പോയി പിടിക്കണം. പക്ഷെ ഞാൻ പോയി പിടിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലും കുഞ്ഞുങ്ങൾ അവിടെ ഉറങ്ങുകയാണ്. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുടെ കുറച്ച് ആക്ടിവിറ്റീസ്, വെക്കേഷൻ്റെ കാര്യങ്ങൾ, വീഡിയോസ് അവരിവിടെ കാണിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യും. ഇനി എന്നെക്കുറിച്ച് നെഗറ്റീവ് തോന്നുന്നവർ, ഞാൻ പറയുന്ന ആശയങ്ങൾ യോജിക്കാൻ പറ്റാതാകുമ്പോഴത്തേനും എൻ്റെ കുഞ്ഞുങ്ങളെ കുറുമ്പ് കണ്ടിട്ടോ അങ്ങനത്തെ കുട്ടികളാണെങ്കിൽ നല്ല രീതിയിൽ കുറുമ്പുണ്ടാവും. ഞാനിത് വിസിബിൾ ആക്കുന്നതും ഞാൻ ഈ പറയുന്നതൊക്കെ വേറൊരു രീതിയിൽ മോട്ടിവേഷൻ്റെ ഭാഗമായിട്ടാണ്. അതെടുത്ത് വെച്ചിട്ട് എന്നെ കുത്തുന്ന ആൾക്കാരോടാണ് പറഞ്ഞത്. മെയിനായിട്ട് നല്ല ആൾക്കാരൊന്നും കുത്തത്തില്ല. ചൊറിയണം കരുതി കൂട്ടി വന്നിട്ടുള്ള സ്ത്രീകളും അല്ലെങ്കിൽ പുരുഷന്മാരുമാണ് കുത്തത്തുള്ളൂ. പക്ഷെ അത് ഞാൻ പറയണത്, അത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതിന് മറ്റു കുറച്ച് കാര്യങ്ങളുണ്ട്. അത് കണ്ട് മോട്ടിവേറ്റ് ആവുന്ന കുറച്ച് പേരും എനിക്ക് ചുറ്റുമുണ്ടെന്നുള്ള കാര്യം എനിക്ക് ബോധ്യമുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഇപ്പം ഇത്രയും അസൈൻമെൻറ്റ്. ഇത് 2 സബ്ജക്റ്റാണ്. ഇത് നോക്കിയേ, 2 സബ്ജക്റ്റാണ് ഇപ്പം ഞാൻ എഴുതി കഴിഞ്ഞിട്ടുള്ളൂ. എനിക്ക് 24-ാം തീയതിക്കുള്ളിൽ 8 സബ്ജക്റ്റ്, ഒരു പേപ്പർ വന്നിട്ട് മിനിമം ഒരു 60 പേജെങ്കിലും എഴുതണം, കംപ്ലീറ്റ് ചെയ്യണം. ഇന്നലെ മോൻ്റെ എക്സാം കഴിഞ്ഞിട്ട്, എൻ്റെ മൂത്ത മോൻ 9ാം ക്ലാസ്സിലാണ്. പാവം ഫുള്ളായിട്ട് അവൻ ഇരുന്നിട്ട് എന്നിട്ട് 20 പേജ് എഴുതിയിട്ടുള്ളൂ. ഒരു സബ് അവൻ എഴുതി തരാമെന്ന് പറഞ്ഞു. എൻ്റെ കുഞ്ഞിൻ്റെ ഭാഗത്തു നിന്നുള്ള അനുഗ്രഹം, കുഞ്ഞിൻ്റെ ഭാഗത്തു നിന്നുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹം, എൻ്റെ മോൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അതൊക്കെ ഭയങ്കര ഒരമ്മ എന്ന നിലയിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അവൻ അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നെ ഞാനെന്ന അമ്മ എന്ന് പറഞ്ഞൊരു ആളുടെ ഹാർഡ് വർക്ക് ഉണ്ട്. പിന്നെ എൻ്റെ മോൻ നൽകുന്ന ഹെൽപ്പുകൾ, ഇതൊക്കെ ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചിട്ട്, അപ്പം ഞാൻ എൻ്റെ ഇതിലുള്ള, അപ്പം ഞാൻ ഡിപ്രഷൻ ആയിട്ടുള്ള കുറച്ച് അമ്മമാർ അല്ലെങ്കിൽ മാനസികമായിട്ട് വിഷമിക്കുന്ന കുറച്ച് പേരെ ഞാൻ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ അവരോട് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊന്നും ഞാൻ ചുമ്മാ വന്ന് വിളിച്ച് പറയുന്ന കാര്യങ്ങളൊന്നുമല്ല. എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാത്ത ഒരു കാര്യം പോലും ഞാൻ ഒരു മനുഷ്യനോടും പറയില്ല. ഞാൻ നേടാത്ത അറിവുകൾ, ഇപ്പം ഞാൻ നിൽക്കുന്ന എന്തിനാണ് ഞാൻ മുന്നോട്ട് പഠിക്കുന്നത്, ഞാൻ നിൽക്കുന്ന പ്രൊഫഷനാണെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനി പഠിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. ഇപ്പം ഞാൻ 60 വയസ്സ് വരെ പഠിച്ചാലും ഞാൻ അപ്പോഴും പറയില്ല കേട്ടോ എനിക്ക് കുറേ കാര്യങ്ങൾ ഞാൻ നേടിയെന്ന്. നമുക്കിങ്ങനെ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടേയിരിക്കണം. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ 1 വർഷത്തെ കോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആണ്. അത് പോളിടെക്നിക് ഇതിലാണ്. ഇത് ഇപ്പം നിങ്ങൾ കാണുന്നത് 3 വർഷത്തെയാണ്. ഇഗ്നോ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനാണ് ചെയ്യുന്നത്. അപ്പം ഇതെനിക്ക് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കോഴ്സും കൂടെ ഒന്നിച്ചാണ് ചെയ്യുന്നത്. രണ്ടും സൺഡേസും സാറ്റർഡേസും ക്ലാസ്. സാറ്റർഡേ എനിക്ക് ക്ലാസ്സിന് പോകാൻ പറ്റില്ല. സൺഡേസ് ഞാൻ ഹസ്ബൻഡിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോകുന്നത് 1 ഇയർ, അതായത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കോഴ്സ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ അറ്റൻഡ് ചെയ്യാനാണ് പോണേ. അപ്പോൾ ഫുള്ളായിട്ട് ഉറക്കം ഒഴിച്ചിരുന്ന് കുഞ്ഞുങ്ങളുടെ ഇത് കഴിഞ്ഞ് ഫുള്ളായിട്ട് ഉറങ്ങാതെയാണ് ഞാൻ ക്ലാസ്സിൽ പോകുന്നത്. ക്ലാസ്സിൽ പോയിട്ട് ഞാൻ ഇവിടെ എത്തുമ്പോൾ 4 മണിയാവും. 4 മണിയാകുമ്പോഴത്തേക്കും ഞാൻ വന്ന് ഒരുപാട് ടയേർഡാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ലൈവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ കുറേ ആയിട്ട് ആക്റ്റീവായിട്ട് ഞാൻ അന്ന് പറഞ്ഞു ഇനി വരും 2024 തുടങ്ങിയപ്പോൾ ഞാൻ ഇനി എല്ലാ സൺഡേസിലും ലൈവും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും എന്നൊക്കെ പറഞ്ഞു. കാരണം ലൈവ് ആകുമ്പോൾ കുറച്ചും കൂടെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ എളുപ്പമാണ്. മറ്റേത് വീഡിയോ എടുത്ത് വെച്ച് ഷൂട്ട് ചെയ്ത് ചെയ്യാൻ പറഞ്ഞാൽ അതും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ എന്നാലും എനിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യണം എന്നുള്ളതും അപ്ലോഡ് ചെയ്യണം. ഓക്കെ, അപ്പം ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇപ്പം ഈ ഒരു കോഴ്സിന് വേണ്ടിയിട്ട് ഞാൻ പഠിക്കാൻ ഇതിൻ്റെ ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഒറ്റയ്ക്കാണ് കണ്ടെത്തുന്നത്. ഞാൻ ഹസ്ബൻഡിനെയോ മറ്റാരെയും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെറിയ റെക്കോർഡ് വാങ്ങണം, ചെറിയ നോട്ട്സ് വാങ്ങണമെങ്കിലൊക്കെ അദ്ദേഹമാണ് ബേസിക്കായിട്ട് കെട്ടാനുള്ള പേയ്മെൻ്റ് എല്ലാം ഞാനാണ് കണ്ടെത്തുന്നത് തന്നെ. അപ്പോൾ ഇതും ഞാനൊരു മോട്ടിവേഷൻ്റെ ഭാഗമായിട്ടാണ്, എന്നെ കാണുന്ന ഒരുപാട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ്. കാരണം പുരുഷന്മാരെ കുറിച്ച് കൂടുതൽ പറയേണ്ടതില്ല. കാരണം അവർക്ക് അത്രയും സ്ട്രെസ് ടെൻഷനും കാര്യങ്ങളൊന്നും ഒരിക്കലും ഒരു സ്ത്രീയുടെ അത്രയും വരില്ല. കാരണം ഒരു പ്രഗ്നൻസി, ഒരു ഡെലിവറി എന്ന് പറഞ്ഞാൽ അമ്മ കടന്നു പോകുന്ന വഴികൾ, അവൾ അനുഭവിക്കുന്ന മാനസികമായിട്ടുള്ള വിഷമങ്ങളുടെ 1% പോലും ഒരു പുരുഷന് വരുന്നില്ല. പക്ഷേ ഒരു സ്ത്രീക്ക് അങ്ങനെയല്ല. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ തകർച്ചയുടെ വക്കിക്കൂടെ ഞാൻ പോയിക്കൊണ്ടിരുന്നപ്പോഴും അവിടുന്ന് ഞാൻ എൻ്റെ പഠനത്തിലോട്ട് തിരിഞ്ഞ് ഞാൻ ഈ പ്രശ്നങ്ങളെല്ലാം കവർ ചെയ്ത് ഞാൻ പോകുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പോൾ പ്രസവം കണ്ടിട്ട് 2.5 വർഷം കഴിഞ്ഞു. അത് നിങ്ങൾക്കറിയാം, ട്വിൻ ബേബീസ് ആണ് എന്നുള്ളത് അറിയാം. പിന്നെ കുറച്ച് കാര്യങ്ങൾ വഴി അവരുടെ ആക്ടിവിറ്റീസ്, പിന്നെ എൻ്റെ കുഞ്ഞുങ്ങൾ മാത്രമാണ് ഇത്ര കുറുമ്പ് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളായ കുറുമ്പ്, ഇതെല്ലാം എനിക്കറിയാം. മനസ്സിലായോ? ഞാനിത് വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യുന്നത് തന്നെ മറ്റുള്ള കുറച്ച് കാര്യങ്ങൾ, എൻ്റെതായ ആശയങ്ങൾ ഷെയർ ചെയ്യാൻ, അതിൽ മോട്ടിവേറ്റഡ് ആകുന്ന കുറച്ച് പേര് എനിക്ക് ചുറ്റുമുണ്ട്. അവരെ മോട്ടിവേറ്റ് ചെയ്യാനും വിഷമിക്കുന്നവർക്ക്, അതായത് പല അമ്മമാർക്കും കുഞ്ഞുങ്ങളുടെ കുറുമ്പ് കാരണം അല്ലെങ്കിൽ എന്താ ചെയ്യുക, എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക എന്നുള്ള കുറേ വിഷമങ്ങളുണ്ടാകും. അവർക്കൊക്കെ ഒരു പ്രചോദനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം ഇതാണ് എൻ്റെ പഠനവുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു 10 മിനിറ്റ് പോലും എഴുതാൻ പറ്റത്തില്ല. ഇപ്പോൾ അവിടെ ബോധം കെട്ടിടന്ന് ഉറങ്ങാം. രാത്രിയിൽ അംഗമൊക്കെ കഴിഞ്ഞിട്ട് ബോധം കെട്ടിടന്ന് ഉറങ്ങിയപ്പോൾ ഞാൻ ശരി ലൈവ് വരാം, വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്ത് അത് എഡിറ്റ് ചെയ്ത് വിടാന്നുള്ള ഭയങ്കര ബുദ്ധിമുട്ട്. ഇതാകുമ്പോൾ എന്ത് വേണമെങ്കിലും പറയാം, ലൈവ് അല്ല അങ്ങോട്ട് പൊക്കോളും. പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ലൈവ് കാണുന്നവർക്ക് മനസ്സിലാവാതിരിക്കില്ലല്ലോ. വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെയില്ല, ഭയങ്കര പെർഫെക്ഷൻ നോക്കുന്ന ഒരു അവസ്ഥയിലാണ്. പിന്നെ അത് എന്തെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് എഡിറ്റ് ചെയ്യണം, അതൊക്കെ ഭയങ്കര ടാസ്ക്കാണ്.
അപ്പം ചെറിയ ചെറിയ റെക്കോർഡഡ് വീഡിയോസ് അയക്കും, അതോടൊപ്പം ലൈവായിട്ട് വന്നിട്ട് എൻ്റെ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇതാണ് ഞാൻ മുന്നോട്ട് പഠിച്ചോണ്ട് 1 ഇയർ കംപ്ലീറ്റ് ആയി. സക്സസ്ഫുള്ളി ഞാൻ ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് നേടിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാം. പക്ഷെ അതിന് മുമ്പായിട്ട് ഷെയർ ചെയ്ത പലർക്കും ഇത് ഉപകാരപ്രദമാകുമായിരിക്കും. ഇപ്പോൾ വീട്ടിലിരിക്കുന്ന ഒരുപാട് സ്ത്രീകൾക്ക് ഉപകാരപ്രദമാകുമായിരിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പഠിക്കാൻ മുന്നോട്ട് താല്പര്യമുണ്ട്, ഡെലിവറി കഴിഞ്ഞിട്ട് ഇനി മുന്നോട്ട് പഠിച്ചാൽ കൊള്ളാമെന്ന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നവർ എന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അവർക്ക് പേഴ്സണലി പറഞ്ഞുതരാം. പബ്ലിക്കലി വന്നിട്ട് ഞാൻ അനൗൺസ് ചെയ്യാത്തതെന്ന് വെച്ചാൽ ഞാൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് അഭിമാനത്തോട് കൂടിയിട്ട് എനിക്ക് ഇന്ന കാര്യങ്ങൾ ഞാൻ കംപ്ലീറ്റ് ചെയ്തു, ഇന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്തത്, അപ്പോൾ ഇന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പറയാം. അതുകൊണ്ട് മാത്രം ഞാൻ പറയാത്തത്. പക്ഷെ നിങ്ങൾക്ക് പഠിക്കണം എന്ന് ആഗ്രഹമുള്ള അമ്മമാരുണ്ടോ? നിങ്ങൾക്ക് ഡെലിവറി കഴിഞ്ഞു, നിങ്ങൾ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ ആരോഗ്യവും ഇതൊന്നും നോക്കാതെ കുഞ്ഞേന്ന് പറഞ്ഞ് ഒതുങ്ങിപ്പോവല്ലേ. ഗർഭിണിയായിരുന്നു ഇരിക്കുമ്പോൾ നമ്മളെ ഒരുപാട് സ്നേഹവും സപ്പോർട്ടൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടും. പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്? കുഞ്ഞുങ്ങളിലോട്ടാണ് എല്ലാവരും ഒതുങ്ങിപ്പോകുന്നത്. അമ്മമാർക്കും അതിൽ പങ്കുണ്ട്. കുഞ്ഞെ അവരവരെ വഴിക്ക് വിടുക, അവർ കുറുമ്പുകൾ കാണിക്കും. ശ്രദ്ധിക്കുക, അപകടങ്ങൾ വരാതിരിക്കുക. ഞാനിവിടെ അങ്ങനെ ചെയ്യുന്നത്. ഇപ്പം ഞാൻ പല വീഡിയോസ് ഇടുമ്പോൾ വീഡിയോ പിടിക്കാണ്ട് ആ കുഞ്ഞുങ്ങളെ നോക്കിക്കൂടെ? ആ വീഡിയോ നിങ്ങൾ കാണുന്നത് ചിലപ്പം 1 മിനിറ്റ് 2 മിനിറ്റ് പോട്ടെ, 5 മിനിറ്റിൻ്റെ വീഡിയോ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ 5 മിനിറ്റേ ഉള്ളൂ. ബാക്കിയുള്ള സമയം മൊത്തം ഞാൻ ഒറ്റയ്ക്ക് ഒരുത്തിയാണ്. ഈ വീട്ടിൽ നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടോ? ഇത് അവിടെ നോക്കി പുറകിൽ ആരും കാണുന്നുണ്ട്? ആരുമില്ല. ഞാൻ ഒറ്റയ്ക്കാണ് ഇത്രയും കുറുമ്പുള്ള എൻ്റെ കുഞ്ഞുങ്ങളെ മാനേജ് ചെയ്യുന്നത്. അപ്പം എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ അതിലെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാണ്ട് കുഞ്ഞുങ്ങൾ പിടിച്ചൂടെ, അത് ചെയ്തൂടെ, ഇത് ചെയ്തൂടെ, സ്നഗ്ഗി മാറ്റിക്കൂടെ? ആ സ്നഗ്ഗി മാറ്റാതെ നിങ്ങൾ എനിക്ക് അറിഞ്ഞൂടെ നല്ല വീഡിയോ ചെയ്യണം. അപ്പോൾ കുഞ്ഞുങ്ങളെ സ്നഗ്ഗിയൊക്കെ മാറ്റി ഭയങ്കര സെറ്റപ്പായിട്ട് എനിക്ക് എന്ത് വീഡിയോ ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണോ? ഞാൻ എന്തുകൊണ്ടാണ്? അതൊരു റിയാലിറ്റിയാണ്, ഒരമ്മ കടന്നു പോകുന്ന വഴികളാണ്. ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലാക്കണ്ട, ഇത് ഈ അവസ്ഥയിൽ നിൽക്കുന്ന അമ്മമാർക്ക് അത് കണക്ട് ചെയ്യും, അതെനിക്ക് ഉറപ്പാണ്. അതെൻ്റെ വീഡിയോ കാണുന്നതിൽ വന്ന കമൻറ്റുകൾ മാത്രമല്ല, എനിക്ക് പേഴ്സണലി വരുന്ന മെസ്സേജുകൾ പേഴ്സണലി ഷെയർ ചെയ്യുന്ന ഒരുപാട് പേരുടെ സങ്കടങ്ങളിൽ നിന്ന് എനിക്ക് വ്യക്തമാണ്. അപ്പോൾ എനിക്ക് അമ്മമാരോട്, നിങ്ങൾക്ക് ഒരു കുഞ്ഞുങ്ങൾക്കൊരു 6 മാസം ആയപ്പം 6 മാസം മുതൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഡിസ്റ്റൻസ് ആയിട്ട് ഒരുപാട് എഡ്യൂക്കേഷൻസ് നമുക്ക് നേടാം. അപ്പം നിങ്ങൾക്ക് പ്രൊഫഷനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ വീട്ടിൽ തന്നെ ട്രാപ്പഡായി പോവാതെ ഇങ്ങനെ പഠിക്കാൻ. അപ്പം എന്ന് വെച്ചാൽ ഇത് ടെൻഷനാണ് കേട്ടോ, പക്ഷെ നമുക്ക് വേറെ കുറേ ടെൻഷൻസ് കുറയും. നമ്മൾ ഈ കുഞ്ഞുങ്ങളുടെ പുറകെ ഇതാകുമ്പം അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ഉള്ള കുറേ പോസ്റ്റ് പാർട്ടം റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കുറയ്ക്കാൻ പറ്റും. പക്ഷെ ഇത് നിസ്സാരമല്ല. ഞാൻ പറയുന്നു, ഇപ്പം ഒരു 6 മാസമായിട്ടൊരു അമ്മ നമുക്ക് മുന്നോട്ട് പഠിക്കണം എന്ന് വെച്ചാൽ അതിലേക്ക് ഇറങ്ങി തിരിച്ച് നിങ്ങൾ എടുക്കുന്ന കോഴ്സിനെ ആസ്പദമാക്കിയിരിക്കും. എൻ്റെ പൊന്നെ, ഞാൻ എടുത്തതൊക്കെ ഭയങ്കര ടഫായിട്ടുള്ള സബ്ബുകളാണ്. ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ബാബു ഗുഡ് മോർണിംഗ്, സുഖമാണോ? കുഴപ്പമില്ല ബാബു, ഇങ്ങനെ പോണു. സുഖമാണ് ചോദിച്ചാൽ ദൈവം അനുഗ്രഹിച്ച് കുഴപ്പമില്ല, അങ്ങനെ പോണു. ഇങ്ങനെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ, അതായത് ഹാപ്പിയാണോ ഇയാൾ? പിന്നെ ഹാപ്പിയാണോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ സന്തോഷമാണ്. പക്ഷെ ഞാൻ ഇപ്പോൾ പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോഴൊക്കെ ഭയങ്കര അധികം ടെൻഷൻ വരാറുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും കാര്യങ്ങൾ 8 സബിൻ്റെ ഇത്രയും പേപ്പർ വെച്ച് എഴുതാനുണ്ട്, അസൈൻമെൻറ്റ് എഴുതണം, ഇതിൻ്റെ റെക്കോർഡ്, ഇതിൻ്റെ ലാബ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. സാറ്റർഡേ സൺഡേ ആണ് ലാബ് കൊടുക്കുന്നത്. സാറ്റർഡേ എൻ്റെ കുഞ്ഞുങ്ങളെ തന്നിട്ട് ഞാൻ എങ്ങനെയാണ് പോകേണ്ടത് ഇവിടുന്ന്? അപ്പോൾ എനിക്കിത് അടുത്ത വർഷത്തോട്ട് കയറുമ്പോൾ എനിക്ക് കൂടുതലാകും. അതേപോലെ തന്നെ സൺഡേസ് ഞാൻ ഇപ്പോൾ ക്ലാസ്സിൽ പോകുന്നുണ്ട്. അത് ഞാൻ ഹസ്ബൻഡിൻ്റെ മക്കളെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ അവിടുന്ന് സൺഡേ ക്ലാസ്സിൽ പോകുന്നത്. അപ്പോൾ അടുത്ത മാസം, അതായത് ഇപ്പം ഇത് മാർച്ചല്ല, ഏപ്രിൽ 24-നുള്ളിൽ ഇത്രയും ഇതിൻ്റെ അസൈൻമെൻറ്റ് ഇത്രയും ആയിട്ടുള്ളൂ. ഇത് എഴുതി സബ്മിറ്റ് ചെയ്താലാണ് എനിക്ക് ജൂണിൽ എക്സാം എഴുതാൻ പറ്റുള്ളൂ. ജൂണിൽ എക്സാമാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറ്റേ 1 ഇയറിൻ്റെ കോഴ്സും ഇതിനൊപ്പമുണ്ട്. 1 ഇയറിൻ്റെ കോഴ്സും അത് തിയറി വിത്ത് പ്രാക്ടിക്കലാണ്. അപ്പോൾ 1 ഇയറിൻ്റെ കോഴ്സ് ഇതൊക്കെ കഴിയട്ടെ, കഴിഞ്ഞ സർട്ടിഫിക്കേഷൻ നേടിയിട്ട് ഞാൻ നിങ്ങളോട് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എന്താണ് ചെയ്തതെന്നുള്ളത് പറയാം. അപ്പോൾ അന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഈ വീഡിയോ കണ്ടവർക്ക് അന്ന് മനസ്സിലാവില്ല. കാരണം എൻ്റെ പേജിൽ ഫോളോവേഴ്സൊക്കെ എന്നെ വിട്ടിട്ട് പോകുന്ന ഫോളോവേഴ്സ് ഒന്നല്ല. കാരണം എപ്പോഴും കാണിക്കുമല്ലോ 3 വർഷമായി ഫോളോവേഴ്സ് എന്നൊക്കെ കാണിക്കുമല്ലോ. പേജ് തുടങ്ങിയിട്ട് 3 വർഷമൊക്കെ അല്ല ആവുന്നുള്ളൂ. അപ്പം ആ 3 വർഷം വരെയൊക്കെ എന്നെ ഫോളോ ചെയ്യുന്ന അവർ മനസ്സിലാക്കിയാൽ മതി. ഇപ്പം ഈ എത്തി നോക്കി കുറ്റം പറയാനും നെഗറ്റീവ് പറയാനും വരുന്ന ആൾക്കാരെ എനിക്ക് ബോധ്യപ്പെടുത്തണമെന്നൊന്നുമില്ല. എനിക്ക് ചുറ്റുമുള്ള കുറച്ച് പേരെ മോട്ടിവേറ്റ് ചെയ്യുക, ഞാൻ പോകുന്ന വഴികൾ കാണിച്ചു തരിക. കാരണം ഒരു 4 മക്കളുടെ അമ്മ, പ്രത്യേകിച്ച് ടിൻ ബേബീസ്, അവരുടെ കുറുമ്പുകൾ, അതിൽ നിന്ന് കൊണ്ട് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോവുക എന്നുള്ളത് അത് അത്ര വലിയ ഈസി ആയിട്ടുള്ള കാര്യം. അത് ഒറ്റയ്ക്ക് ഇപ്പം ഒരു വീഡിയോ കാണുമ്പോൾ തനിക്ക് അങ്ങനെ ചെയ്തുകൂടെ, തനിക്ക് ഇങ്ങനെ ചെയ്തുകൂടെ എന്നല്ല, ഞാൻ തന്നെ ഇതൊക്കെ ചെയ്യണം, മനസ്സിലായോ? അപ്പം നിങ്ങളൊന്ന് ആലോചിക്കും. ഇത്രയും കോഴ്സുകൾ ഞാൻ പഠിക്കുന്നുണ്ട്, 2 കോഴ്സ് പഠിക്കുന്നുണ്ട്, വീട്ടിലെ കാര്യങ്ങൾ, എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ. പക്ഷെ കുറേ ഇംപെർഫെക്ഷൻ ഉണ്ടാവില്ല, കുറേ ഇംപെർഫെക്ഷൻ അവിടെ ഉണ്ടാവും.
ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ. പക്ഷെ അത് അങ്ങനെ ആകണം. പെർഫെക്ഷൻ ഉദ്ദേശിച്ചിട്ട് ഇന്ന കാര്യം ഇന്ന സമയത്ത് അങ്ങനെ അതൊന്നും കുറേ കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ എൻ്റെ കുട്ടികൾ അഡ്ജസ്റ്റ് ചെയ്ത് മാനേജ് ചെയ്ത് പഠിക്കുകയാണ്. ഞാൻ പറയാം, എൻ്റെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോനാണ് എൻ്റെ എല്ലാം. ഇപ്പം ഞാൻ പറയണം, എൻ്റെ കുഞ്ഞുള്ളതുകൊണ്ടാണ് ഞാൻ പഠിക്കുന്നത്. ഞാൻ എൻ്റെ പാരൻസിനെ വലുതായിട്ട് പറഞ്ഞില്ല, ഹസ്ബൻഡിനെ വലുതായിട്ട് പറഞ്ഞു. കാരണം ഒരു കഴിഞ്ഞ ദിവസങ്ങൾ എനിക്ക് എക്സാം വന്നപ്പം എൻ്റെ മോനാണ് ഈ ടിൻ ബേബീസിനെ നോക്കിയും അവരെ അപ്പിയിട്ടപ്പം 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ് ടിൻ ബേബീസ് ആയിട്ടുള്ള 2.5 വയസ്സുള്ള കുഞ്ഞുങ്ങളെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം എൻ്റെ മോനാണ് എനിക്ക് ധൈര്യം തന്നത്, മമ്മി പോയി പഠിക്കുന്നുണ്ട്. ചിലപ്പോൾ ഭക്ഷണം ഒന്നും ആയില്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളിരിക്കും. അതുപോലെ 5ാം ക്ലാസ്സിൽ 5 വയസ്സുള്ള ഒരു മോൻ എനിക്കുണ്ട്. അവൻ്റെ ചെറിയ വീഡിയോസ്, അവൻ കുറച്ച് ഭയങ്കര ഹൈപ്പറാണ്. ഇവർ 3 നേരം കൂടിയിട്ടാണ് ഇതൊക്കെ ഞാൻ ഇനി മാനേജ് ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പം എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അങ്ങനെ ഇതൊക്കെ ഞാനാ ചെയ്യുന്നത്. ഉറങ്ങാത്ത ഞാൻ ലൈവ് ഇട്ടിട്ടുണ്ട് 2:30 മണിക്ക് 3 മണിക്ക്. പലർക്കും വീഡിയോ ത്രൂ അറിയാം അല്ലേ? അപ്പോൾ ഇതൊരു മോട്ടിവേഷൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ചെയ്യുന്നത്. ഇതിൽ മോട്ടിവേറ്റഡ് ആകുന്ന ഒരുപാട് പേരുണ്ടെന്ന് അറിയാം. പിന്നെയുള്ള ടെൻഷൻസ് ഇതാണ് ഈ പറയുന്ന കാര്യങ്ങൾ. ജൂണിൽ എക്സാം വരുന്നുണ്ട്, ജൂൺ കംപ്ലീറ്റ് എക്സാം വരുന്നുണ്ട്. അതും ഇപ്പോൾ 1 ഇയർ ആയിട്ടുള്ള കോഴ്സിൻ്റെ എക്സാം, പ്രാക്ടിക്കൽ, വൈവ ഇതെല്ലാം ഇപ്പം കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂടെയുള്ള ആൾക്കാർ ഇപ്പം പ്രായമായവർ ചെയ്യുന്നുണ്ട്, കുട്ടികൾ ചെയ്യുന്നുണ്ട്. ഇവർക്ക് സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട്. അവർ ഫ്രീ ആണ്, അവർക്ക് എൻ്റെ അത്രയും കഷ്ടപ്പാടില്ല. ഞാൻ അങ്ങനെയില്ല. ഇപ്പം ഞാൻ ക്ലാസ്സിന് പോകണം എങ്ങനെയാണ്? ഫുൾ നൈറ്റ് ഉറങ്ങാതിരുന്നിട്ടാണ് ഞാൻ ക്ലാസ്സിന് പോകുന്നത്. മനസ്സിലായി? ഫുൾ നൈറ്റ് ഉറങ്ങാതിരുന്ന് ഇവിടുന്ന് ഫുഡൊന്നും കൊണ്ടുപോകില്ല. ഞാൻ ഫ്രൂട്ട്സ് എടുത്തിട്ടേ പോകുള്ളൂ. കാരണം എനിക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്ത് അപ്പത്തേനും ആകില്ല. ഫ്രൂട്ട്സ് ഒക്കെ എടുത്തിട്ടാണ് ഞാൻ ക്ലാസ്സിന് പോകുന്നത്. ക്ലാസ്സിന് പോയി കഴിഞ്ഞ് അവിടെ ഇരുന്ന് ഞാൻ 4 മണിയാവും തിരിച്ച് ഇവിടെ എത്താൻ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് റെസ്റ്റ് ഇല്ല. കുഞ്ഞുങ്ങൾ അത്രയും സമയം എന്നെ കാണാതിരുന്നു. പിന്നെ സൺഡേസ് കുഞ്ഞുങ്ങളൊന്ന് പുറത്തു കൊണ്ടുപോകുക, വീട്ടിലേക്കുള്ള സാധനങ്ങൾ മേടിക്കുക. ഹസ്ബൻഡിന് സൺഡേസാണ് ആകെ കിട്ടുക. എന്നിട്ട് ഞാൻ 10-11 മണിയാകും എല്ലാം. അപ്പോഴത്തേനും പോവും. ഒരു 2-3 ദിവസം ഉണ്ടല്ലോ ബോധം കെട്ടുപോയി. കാരണം എന്താ, അത്രയും സ്ട്രെസ്സായിട്ട്. കാരണം നമ്മളിങ്ങനെ ഇരുന്ന്, കുട്ടിക്കാലത്ത് നമ്മൾ സ്കൂളിൽ പഠിച്ചപ്പോൾ ഇരുന്ന് എഴുതുന്ന പോലെയല്ല ഇപ്പം ഈ കുത്തിയിരുന്ന് ഇങ്ങനെ എഴുതുന്നത്. ഇതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ സ്വപ്നം അത്രയും വലുതാണെങ്കിൽ, ഡ്രീം അച്ചീവ് ചെയ്യണമെന്ന് അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ, എത്രയധികം തടസ്സങ്ങളും എത്രയധികം പ്രതിസന്ധികളും ഉണ്ടായെങ്കിലും നമ്മൾ നേടിയെടുക്കാൻ നമ്മൾ ട്രൈ ചെയ്യണം. നമ്മൾ സക്സസ്ഫുള്ളി ഞാൻ ചെയ്തിട്ടില്ല, ഇത്രയും വലിയ ഘോരമായിട്ട് പറയാമെങ്കിലും ഞാൻ പറയാം, ശ്രമിക്കുന്നുണ്ടല്ലോ. ഞാൻ വീണ് പോയാൽ പോട്ടെ, നേടിയെടുക്കാൻ പറ്റാത്ത പരിപാടി എനിക്ക് നേടിയെടുത്തേ പറ്റുള്ളൂ. അതും നിങ്ങൾ ആലോചിക്കണം. 10-11 വർഷത്തോളം ഞാനൊരു സെൻറ്റർ നടത്തി എൻ്റെ പ്രൊഫഷണൽ നല്ല രീതിയിൽ വന്നിരിക്കുന്ന സമയത്തായിരുന്നു കോവിഡ് വരുന്നത്. അങ്ങനെ കുറേ എനിക്ക് മാനസികമായിട്ട് ഞാൻ തകർന്നു പോയ കുറേ കാര്യങ്ങളുണ്ട്. അത് ഞാൻ പിന്നീട് എപ്പോഴെങ്കിലൊക്കെ പറയാം, എൻ്റെ സ്റ്റോറി ആയിട്ടൊക്കെ ഞാൻ പറയാം. അവിടുന്ന് ഈ അടുത്ത് ഞാൻ കുറച്ച് സാമൂഹികമായിട്ടുള്ള ഒരു കാര്യങ്ങൾ, ആ സബ്ജക്റ്റ് എന്നോട് പറയുന്നില്ല, ഞാൻ പറയില്ല എന്ന് പറഞ്ഞാൽ അതിൽ ഞാൻ ഇടപെട്ടപ്പം നൈസായിട്ട് ഒരു സ്ത്രീ എനിക്ക് വന്നിട്ട് ഡിപ്രഷൻ വരും, ഈ വീഡിയോ ചെയ്തിട്ടുണ്ടാക്കിയ പൈസ കൊണ്ട് എനിക്ക് ഡിപ്രഷൻ വരും, നൈസായിട്ടൊരു പ്രാഗ വരും. ആ പൈസ മൊത്തം ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടി വരും. ഡിപ്രഷൻ എന്താ, ഡിപ്രഷൻ എങ്ങനെ വരുന്നു, ഡിപ്രഷൻ വന്നാൽ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ അറിയുന്ന ഒരു ഹെൽത്ത് കോച്ചാണ് ഞാൻ. 11 വർഷമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാനൊരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിൽ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെതായ ഒരുപാട് വലിയ റീസൺസ് ഉണ്ട്. ആ ഡിപ്രഷൻ വന്നപ്പോൾ ഞാൻ തകർന്നടിഞ്ഞ് എൻ്റെ വീട്ടുകാർക്ക് ബാധ്യതയായി ഭാരമായി കരഞ്ഞിരുന്നവളല്ല. അതിൽ നിന്നും ഒറ്റയ്ക്ക് തന്നെ മനക്കരുത്ത് കൊണ്ട് മുന്നോട്ട് വന്ന് ആ ഡിപ്രഷനെ കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ഐഡിയ ഞാൻ പറഞ്ഞ്, പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എല്ലാവർക്കും അറിയാം. ഞാനത് എൻ്റെ ഡിപ്രഷൻ്റെ കാര്യം, അതിന് അത്രയും വലിയ കാര്യങ്ങൾ ബാക്കി കിടക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ ഞാൻ പിന്നീട് എൻ്റെ ചുറ്റിലുള്ള കുറച്ച് പേരുണ്ട്, അവർക്കറിയാം. ഇപ്പം ഞങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട് ഇവിടെ, ചാർമിംഗ് ക്വീൻ. ഏകദേശം ഞങ്ങൾ 30 മെമ്പേഴ്സ് ഉണ്ട്. അതിനകത്തുള്ള അമ്മമാർക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ ജീവിതം ലൈവാ, ഒരു ഫാമിലിയാണ്. അപ്പം ഞാൻ ആദ്യം എൻ്റെ വിഷമങ്ങൾ അവരോടുമായിട്ട് പറഞ്ഞു, ചേച്ചി ധൈര്യമായിട്ടിരിക്കും, ചേച്ചി മുന്നോട്ട് പോകും, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, ഞങ്ങളുടെ പ്രാർത്ഥനയുണ്ട്, ഞങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെന്ന് അവർ പറയുന്നത്. അപ്പം എന്നെ ഒരു ആശയം ഇതാവും, ഒരു കമന്റ് ഇടുമ്പോൾ ഞാൻ എതിരഭിപ്രായം പറയുമ്പോൾ എന്നെ തോപ്പിക്കാനായിട്ട് എനിക്ക് ഡിപ്രഷൻ വരും, ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നെന്ന് പറഞ്ഞാൽ ചുമ്മാ. ഞാൻ ഒരിക്കലും ഒരു വ്യക്തികളെ ആഗ്രഹിക്കില്ല, ഒരു പേഴ്സണ് പോലും, ഒരു മനുഷ്യന് പോലും ആരോഗ്യ സംബന്ധമായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ വരരുത്, ഇങ്ങനെ പറയുന്ന ആൾക്കാർക്ക് പോലും വരരുത്. മനസ്സിലായോ? പിന്നെ എനിക്ക് ഡിപ്രഷൻ വന്നിട്ട് ഞാൻ എന്താ ചെയ്തത്, അവിടെ ഡിപ്രഷൻ വന്നു എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ഇട്ടിട്ട് ഞാൻ അങ്ങനെ കരഞ്ഞിരിക്കില്ല. ആ വീഡിയോ ഇട്ടതിന്റെ ഫലമായിട്ടാണ് ഇന്ന് 32 പേരടങ്ങുന്നത്. ഇനിയും മാനസികമായിട്ട് വിഷമിക്കുന്ന അമ്മമാർക്ക് എന്നിലോട്ട് വരാം, എനിക്ക് പറ്റുന്ന പോസിറ്റീവ് മോട്ടിവേഷൻ തരാം. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കല്ല പോസിറ്റീവായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നത്. ഈ 32 അമ്മമാരും മറ്റു വരുന്ന അമ്മമാരെ, സ്ത്രീകളെ ഞങ്ങൾ മോട്ടിവേറ്റ് ചെയ്യുകയാണ്. ഇതൊരു ഒരു യൂണിറ്റി ആയിട്ട് പോവുകയാണ്. ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ PPD, പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ കുറിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ സമൂഹത്തിലോട്ട് വരണം, ഈ കേരളത്തിലോട്ട് വരണം, ഒരുപാട് പേരിലേക്ക് അതെത്തണം. പ്രഗ്നൻസി വുമൺസിനെ തന്നെ മോട്ടിവേറ്റ് ചെയ്യണം. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് അതിന് പിന്നിൽ വരുന്നത്. അതൊക്കെ ദൈവികമായിട്ട് സംഭവിക്കട്ടെ. ഇത്രയും എനിക്ക് സംഭവിച്ചല്ലോ. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, എനിക്ക് ഡിപ്രഷൻ വന്നു എന്നുള്ളൊരു കാര്യം കണ്ടപ്പോൾ തന്നെ ആ ഡിപ്രഷൻ നിന്നുകൊണ്ട് ഞാനത് എങ്ങനെ ചെയ്തു, അത് ഞാൻ മറ്റുള്ളവർക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്തി. എൻ്റെ ഡിപ്രഷൻ്റെ അവസ്ഥ ഞാൻ പോസ്റ്റ് ചെയ്തതുകൊണ്ട് അവിടുന്ന് ഞാൻ എന്താ ചെയ്യുന്നത്, അവിടുന്ന് മറ്റാർക്കെങ്കിലും ഉപകാരപ്രദമാവുന്നുണ്ടോ എന്നൊക്കെ എന്നെക്കുറിച്ച് അറിയണം. നമ്മുടെ ലക്ഷ്യത്തിലെത്തുവാൻ പോസിറ്റീവ് ചിന്താനം മുന്നോട്ട് പോകാൻ ലക്ഷ്യത്തിലെത്തുവാൻ പിന്നെ തീർച്ചയായും ഞാൻ മൈൻഡ് ചെയ്ത കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എപ്പോഴേ കഴിഞ്ഞു. ഇപ്പം അതൊന്നുമില്ല. പക്ഷെ ഞാൻ പറയണത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതും ഒരു മോട്ടിവേഷനാണ്. മനസ്സിലായോ? ഇത് ഒരു മോട്ടിവേഷൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് പിന്നെ മുന്നോട്ട് പോകുന്നത്. അപ്പം ഇതൊക്കെയാണ്
എൻ്റെ ഹസ്ബൻഡ് എണീറ്റു തോന്നുന്നുണ്ട്. ചെറുതുങ്ങൾ എണീക്കുന്നതിന് മുമ്പ് ഞാൻ ബൈ പറയട്ടെ, എന്നിട്ട് പോയി കുറച്ച് എഴുതട്ടെ. പിന്നെ ബാക്കി പണികൾ, അതിൻ്റെ ഇടയ്ക്ക് ഉറക്കം വരും, അപ്പോൾ ഉറങ്ങാൻ പറ്റില്ല. ചെറുതുങ്ങൾ ഒരു രക്ഷയില്ല, വെക്കേഷനല്ല. പിന്നെ എന്ന് വെച്ചാൽ വെക്കേഷൻ എന്ന് വെച്ചാൽ പുറത്തോട്ട് വിടുന്നില്ല കുഞ്ഞുങ്ങൾ. ഇപ്പോൾ ഈ പിള്ളേരെപ്പെടുത്തക്കാർ പ്രശ്നം, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ അടച്ചിട്ടിരിക്കുക. അതുകൊണ്ട് അവർ കുറച്ചും കൂടെ കുറുമ്പുകൾ അങ്ങോട്ട് ഇതാണ്. പിന്നെ ഞാൻ കുഞ്ഞുങ്ങളെ വളർത്തുന്ന കാര്യത്തിലാണെങ്കിലും മറ്റൊരു രീതിയിലാണ്, ഒരുപാട് അടിച്ച് ഇതാക്കി കുഞ്ഞുങ്ങളെ എൻ്റെ രീതിയിൽ അതൊന്നുമല്ല. ഞാൻ കുഞ്ഞുങ്ങളുടെ ലോകത്താണ്, കുഞ്ഞുങ്ങളെ വിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അത് കുറേ എനിക്ക് ഒരു ദോഷം സംഭവിക്കില്ല. എനിക്കറിയാം അതിൽ നിന്നുണ്ടാകുന്ന പോസിറ്റീവ്സ് എന്താണെന്നുള്ളത്. എന്തിനു ഞാൻ ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും എടുത്ത് കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഭയങ്കര പെർഫെക്ഷനോട്ട് അത് ചെയ്യണം ഇത് ചെയ്യണം, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അതൊക്കെ കറക്റ്റ് നടക്കേണ്ട സമയങ്ങൾ നടക്കും. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഞാനിപ്പോൾ ഓരോ പോസ്റ്റുകളാണെന്നുണ്ടെങ്കിലും വീഡിയോസൊക്കെ ആണെങ്കിലും ഇട്ടിട്ട് ഓരോ കാര്യങ്ങൾ പറയണ്ടല്ലോ. അപ്പം ഞാൻ വീഡിയോ ലൈവ് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഈ ടെൻഷൻസ് ഒന്നും നിങ്ങളോട് ഷെയർ ചെയ്യാൻ എനിക്ക് 24 തീരുമോ എങ്ങനെ തീർക്കും എന്താവും എന്നൊക്കെയുള്ള ടെൻഷനുണ്ട്. പിന്നെ ഇത് ഞാൻ എങ്ങനെയും ഇത് തോറ്റാലും ഇയർ കളയാൻ പറ്റില്ല. എനിക്ക് 3 വർഷമാണ് ഇങ്ങനെ എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത്. 3 വർഷം കൊണ്ട് അവിടെ നിന്ന് പിന്നെ പോകണം ഹയർ സ്റ്റഡീസിന്. ലക്ഷ്യം വേറെ തന്നെയാണ്. അതിന് PhD ആണ് ആഗ്രഹം. ഇപ്പോൾ ഒന്നല്ല, അതിനി ഒരു 5-6 വർഷം ഇനിയും വേണ്ടി വരും. നടക്കുമെന്നറിയില്ല. അതിലേക്ക് എനിക്ക് കുറേ ദൂരമുണ്ട് ഇനിയും പോവാൻ. തോറ്റാലും എന്തായാലും ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയ ശേഷം ഈ കോഴ്സുകളെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പക്ഷെ ആർക്കെങ്കിലും മുന്നോട്ട് പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവർ, ഞാൻ എന്താ ചെയ്യണമെന്ന് അറിയുള്ളവർ എനിക്ക് ഇൻബോക്സ് ചെയ്താൽ മതി കേട്ടോ. ബൈ.